ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ എടപ്പാള് പൂക്കരത്തറ DHO HSS സ്കൂളിലാണ്. അവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. വാപ്പ വന്നിട്ട് 2 കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടുത്തുകാർക്ക് ഇതൊരു സ്ഥിരമാണ്. പക്ഷെ നമുക്കിതൊരു കൗതുകമാണ്. കാരണം ദിവസവും ഈ ജോലി ചെയ്യണമെന്നുള്ളതാണ്. അത് ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സമയം കംപ്ലീറ്റ് ഒഴിഞ്ഞു വെച്ചൊക്കെയാണല്ലേ വാപ്പ ശരിക്കും. അത് വലിയൊരു കഥയാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നൗഫിയയും നസ്രിയയും രണ്ടുപേരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. ഇവര് ഈ പഠിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ ഒരുപാട് സഹായം, ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും ഒരുപാട് സഹായമുണ്ട്. ഒപ്പം വാപ്പയുടെ ഈ ഡെഡിക്കേഷനുണ്ട്. ആ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മലപ്പുറത്ത് വന്നേക്കുന്നത്. ഇവർക്ക് SM ആണ്, സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊരു അസുഖമാണ്. പല അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും 18 കോടിയുടെ ഒരു അസുഖം പറഞ്ഞു. അത് ആ സെയിം അസുഖമാണ് ഇവർക്കുള്ളത്. അവർ അത്രയും കഴിവുള്ള കുട്ടികളാണ്. അവർ ദേ ആർ ദ ഹീറോയിൻസ്. ഈ സ്കൂളിന്റെ ഹീറോയിൻസ് ആണ് അവര്. അവരിങ്ങനെ അവരുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു ചിത്രമുണ്ട്. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് അവരിങ്ങനെ ഫ്ലൈ ചെയ്യുന്ന പോലെ, ഇങ്ങനെ 2 ചിത്രശലഭങ്ങൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യണ പോലെ നമ്മുടെ സ്കൂളിൽ അങ്ങനെ പറന്ന് നടക്കണം. ദേ ആർ അമേസിങ് കിഡ്സ്. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് ദം. അക്സെപ്റ്റ് ചെയ്തിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ഡിഫറെന്റ് അല്ല, മറ്റുള്ളവർക്ക് കാണുമ്പോയിരിക്കാം. കൂട്ടത്തിൽ ആരാ, നിങ്ങൾ ആരാ ഏറ്റവും കൂടുതൽ മിടുക്കി? കുറച്ചുകൂടി മെച്ചൂർഡായിട്ട് സംസാരിക്കുന്നത് താത്തയാണ്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും ഒരേപോലെയാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ നസ്രിയേക്കാൾ നന്നായിട്ട് നൗഫിയ സംസാരിക്കും. പറയുന്നത് സൈലന്റ് ആണ്. നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നസ്രി എന്റെ അടുത്ത് പറഞ്ഞത് നസ്രിയാണ് സൈലന്റ്. സൈലന്റ് ആണ്, വീട്ടിലത്തെ നല്ല കുട്ടിയാണ്. അപ്പൊ അടി ഉണ്ടാക്കുന്നത് ആരാണ്? ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നാലും ഞങ്ങൾ വീട്ടിൽ പോവാറുണ്ടായില്ല. ഇവിടെ ഇരിക്കാനായിരുന്നു. കാരണം ഇവരെങ്ങനെ തനിച്ചാക്കി പോകും എന്നുള്ള വിഷയത്തിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ പറഞ്ഞു ഞങ്ങളെ കൂട്ടുകാരെ പോലെ ഞങ്ങളെ മക്കളെ പോലെ നോക്കിക്കോളാം. മക്കളോട് ചോദിച്ചാൽ പറയും, അവർ പറയും ഞങ്ങൾ വീട്ടിലിരിക്കുക അതുപോലെ തന്നെയാണ് ഇവിടെ സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷം. അവര് സൂപ്പറാണ്, നന്നായി പഠിക്കുന്നവരാണ്. പഠിത്തം മാത്രമേ ഉള്ളൂ, പാട്ട് പാടും, ഇവരൊക്കെ ശരിക്കും നിങ്ങളെക്കാളും മുന്നിലാണോ? നിങ്ങളൊക്കെ ഉപദേശിക്കോ പിടിച്ച്? ഇല്ല, ഉപദേശമൊന്നും ഇല്ല. ഇതിൽ ആരാ പാവം? ഇതാണ്. നോക്കൂ, പോയി ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ.